ഇതുവരെ ഇവിടെ നിന്ന് കൊണ്ടുപോയാൽ ഇതിവിടെ ഇങ്ങനെ കിടക്കുമോ എന്നാണ് പല ആൾക്കാരും ചോദിക്കുന്നത്. F-35 വിമാനം തിരുവനന്തപുരത്ത് കിടക്കുന്നത് ഇതിനെക്കുറിച്ചാണ് ഇപ്പോഴും ചർച്ചാ വിഷയം. എന്തായാലും ലോകത്തിലെ ഏറ്റവും ആധുനിക യുദ്ധവിമാനങ്ങളിലൊന്നാണ് F-35B ലൈറ്റിംഗ് 2 കേരളത്തിലെ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തേണ്ടി വന്നിട്ടിപ്പോൾ ഒരു മാസത്തിലേറെയായി. ബ്രിട്ടീഷ് റോയൽ നേവിയുടെ യുദ്ധവിമാനത്തിൽ ഇന്ധനം തീർന്നതിനാൽ അടിയന്തര ലാൻഡിംഗ് നടത്തി. അടിയന്തര ലാൻഡിംഗ് കാരണം വിമാനത്തിൻ്റെ ഹൈഡ്രോളിക് സിസ്റ്റം അപ്രതീക്ഷിതമായിട്ട് തകരാറിലായി. ബ്രിട്ടീഷ് റോയൽ നേവിയുടെ HMS പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന പേരുള്ള വിമാനവാഹിനി കപ്പലിൽ നിന്നാണ് ഇത് പറന്നു വരുന്നത്. ഒരു മാസം മുമ്പ് US നിർമ്മിത യുദ്ധവിമാനം അടിയന്തര ലാൻഡിംഗ് നടത്തിയപ്പോൾ ആരും അതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നില്ല. എന്നാൽ ഇപ്പോൾ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ, വലിയ പാർക്കിംഗ് ബില്ലുകൾ, F-35B ജെറ്റിൻ്റെ വിശ്വാസ്യത എന്നിവയെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പാർക്കിംഗ് ചാർജുകൾ ഇപ്പോൾ കഴിഞ്ഞാൽ ബ്രിട്ടീഷ് നാവികസേന ഈ പാർക്കിംഗ് ചാർജ് നൽകുമോ എന്നുള്ളതാണ് ഇപ്പോഴുള്ള പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്. അടിയന്തരമായി ലാൻഡിംഗ് നടത്തിയ ശേഷം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഒരു വമ്പൻ പാർക്കിംഗ് ചാർജ് ഇതിന് നൽകേണ്ടി വന്നിരുന്നു. എന്നാലും ഇപ്പോൾ ഈ പാർക്കിംഗ് ചാർജ് ബ്രിട്ടീഷ് സേന നൽകുമോ എന്നുള്ളൊരു ചോദ്യമാണ് ഉയർന്നു വരുന്നത്. തുടക്കത്തിൽ CISFൻ്റെ നിരീക്ഷണത്തിൽ വിമാനം ബേ നമ്പർ 4 ദിവസങ്ങളോളം പാർക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു. പിന്നീട് ബ്രിട്ടീഷ് എഞ്ചിനീയർമാർ എത്തിയപ്പോൾ കർശന സുരക്ഷയിൽ യുദ്ധവിമാനം ഇന്ത്യൻ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികളിലേക്കുള്ള ഹാങ്ങറിലേക്ക് മാറ്റി. F-35B ദീർഘനേരം നിർത്തിവെച്ചത് നിരവധി ദിവസത്തേക്ക് അപൂർവമായ ഒരു പ്രോട്ടോകോൾ സാഹചര്യത്തിലേക്ക് നയിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് നാവികസേനയും US അതിൻ്റെ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയെക്കുറിച്ച് ആശങ്കാകുലരായതിനാൽ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് ഇത് പരിശോധിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം. ഹൗ മച്ച് സീക്രസി വാസ് ദെയർ ഡ്യൂറിങ് ദ F-35B റിപ്പയർസ് എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് റിപ്പയർ നടത്തപ്പോൾ എത്രത്തോളം വലിയ രീതിയിലുള്ള സുരക്ഷയാണ് ഇതിന് അവർ ഒരുക്കിയിരുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. ആ റിപ്പോർട്ട് ഇത്തരത്തിലാണ്: ആഫ്റ്റർ സെവറൽ അൺസക്സസ്ഫുൾ റിപ്പയർസ് അറ്റംപ്റ്റ് ബൈ അമേരിക്ക ആൻഡ് ബ്രിട്ടീഷ് എഞ്ചിനീയേഴ്സ് എ 24-person RAF ടീം വാസ് ഡിസ്പാച്ച്ഡ് ഓൺ July 6 ടു റിപ്പയർ ആൻ എയർക്രാഫ്റ്റ് ഹൈഡ്രോളിക് സിസ്റ്റം. അതായത് അമേരിക്കയും UK-യും ചത്ത് കിടന്ന് പണിതിട്ട് പോലും ഇത് നേരെയാവുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ സിസ്റ്റം നേരെയാക്കാൻ വേണ്ടിയിട്ട് RAF ഒരു സംഘത്തിനെ അയച്ചിട്ടുണ്ടായിരുന്നു. പരിമിതമായ സുരക്ഷയും CCTV കവറേജുമുള്ള ഒരു ഹാങ്കറിൽ ജോലി ചെയ്തിരുന്ന സംഘം അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. UK-യുമായുള്ള അവരുടെ ആശയവിനിമയം സുരക്ഷിതവും എൻക്രിപ്റ്റ് ചെയ്തതുമായിട്ടുള്ള ഉപഗ്രഹ ചാനലുകൾ വഴിയായിരുന്നു എന്ന് റിപ്പോർട്ടുണ്ട്. ജൂലൈ 22 യുദ്ധവിമാനം ഇന്ത്യയിൽ നിന്ന് പുറപ്പെടും. ഇന്ത്യയിൽ നിന്ന് യുദ്ധവിമാനം ഇതുവരെ പറന്നു പോകാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യ ഉപഗ്രഹ ചാര സാറ്റലൈറ്റുകൾ വഴി ഈ വിമാനത്തിൻ്റെ സകല ഡാറ്റകളും പിടിച്ചെടുക്കുമോ എന്നുള്ളൊരു ഭയമാണ് UK-ക്ക് ഉണ്ടായിരുന്നത്. നമുക്കറിയാം, നമ്മൾ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ചെറിയ രാജ്യമല്ല. നമ്മൾ ചാര വിമാനങ്ങൾ നമുക്കുണ്ട്, നമുക്ക് സാങ്കേതിക വിദ്യയുണ്ട്, ഇതെല്ലാം നമുക്കുണ്ട്, ഇതെല്ലാം നമ്മൾ അണിയറയിൽ ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് കൃത്യമായ ധാരണയുണ്ട്. പോരാത്തതിന് ചൈനീസ് ചാരക്കപ്പൽ വന്നപ്പോൾ പോലും നമ്മൾ അതിനെ പ്രതിരോധിച്ച് നമ്മുടെ സാറ്റലൈറ്റ് വഴിയാണ്. അപ്പോൾ ഈ ഭയം യഥാർത്ഥത്തിൽ UK-ക്കുണ്ട്. എന്തായാലും സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് സാങ്കേതികവിദ്യ ഇല്ലാത്ത രാജ്യമായ ഇന്ത്യയിൽ F-35B ഒരു മാസത്തിലേറെ താമസിച്ചത് ലോകമെമ്പാടും അതിൻ്റെ യഥാർത്ഥ കഴിവുകളെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് തുടക്കമിട്ടു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഈ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ വളരെ മികച്ചതാണെങ്കിലും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തുന്നതിന് മുമ്പ് ഇന്ത്യൻ വ്യോമ പ്രതിരോധ സേന യുദ്ധവിമാനത്തെ ട്രാക്ക് ചെയ്തതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. ഇത് അതിൻ്റെ സ്റ്റെൽത്ത് സാങ്കേതികവിദ്യയ്ക്ക് ശേഷിയുണ്ടോ, അല്ലെങ്കിൽ ഇന്ത്യക്ക് ഇപ്പോൾ അത്തരം ജെറ്റുകൾ കണ്ടെത്താൻ കഴിയുമോ എന്നതിനെക്കുറിച്ചുള്ള ഗുരുതരമായിട്ടുള്ള ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.